ഹലോ, മോളിവിടെ ഉച്ചയുണ്ട് റെഡിയായി. എല്ലാവർക്കും സുഖമായിരിക്കുന്നു. അപ്പോൾ ഇന്ന് തൈര് ഇത് ഞാൻ ഉണ്ടാക്കിയല്ല കേട്ടോ. തൈര് ഒരു ഫ്രഷ് തൈര് ഒരു വീട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ്. രസമുണ്ട്. പിന്നെ ഇതെടുത്ത് പറയാനായിട്ട് നല്ല പച്ചമീൻ കടയെന്ന് പറഞ്ഞൊരു കടയുണ്ട് പുതിയതായിട്ട്. പഴയതാണ്. റോഡരിയിലൊക്കെ റോഡ് പണിയണമെന്ന് കാരണം അവർ വേറെ വാടകയ്ക്ക് എടുത്തതാണ്. പച്ചമീൻ എന്ന് എഴുതിയിട്ട് നല്ല ഫ്രഷ് പച്ചമീൻ. ഇതിൻ്റെ പേര് പരവയാണ്. 1/2 കിലോ 170 രൂപ. അപ്പോൾ ഇതെന്നാന്ന് പറയാം, കപ്പയാണേ. അപ്പോൾ 2 കഷ്ണം കപ്പയും ഇച്ചിരി പരവയും ഒക്കെ കൂടെ കഴിക്കാമെന്ന് കരുതുന്നു. പച്ചമീൻ കട എന്ന് പറഞ്ഞ പോലെ തന്നെ പച്ചമീനാണ് ഇത്. ഇടയ്ക്കൊക്കെ ഒരു വെറൈറ്റി മീൻ കഴിക്കണ്ടേ. അപ്പോൾ ഇന്ന് നല്ല ടേസ്റ്റ് ഉണ്ട്. ഇന്നലെ ആരോ എഴുതിയാലും മറന്നുപോയി പേര്. തന്നെത്താൻ വെച്ചും ടേസ്റ്റാണെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടാകുന്നു. പക്ഷെ ടേസ്റ്റാണെങ്കിൽ ടേസ്റ്റാണെന്ന് പറഞ്ഞാൽ മതിയല്ലോ. എന്തായാലും ടേസ്റ്റ് ഉണ്ട്. ആദ്യമേ കപ്പ കഴിക്കട്ടെ. ഷുഗറുകാർക്ക് കപ്പയും മീനും കൂടെ കഴിച്ചാൽ കുഴപ്പമില്ലെന്നാണ് പറഞ്ഞത്. എന്നാലും കൂടെ എല്ലാവരും കഴിക്കാൻ നിൽക്കണ്ട. എനിക്ക് ഷുഗറുള്ള കാരണം പറയണത്. പിന്നെ ചിലവർ വേറും മുളയുമ്പോൾ ഷുഗറാണെന്ന് പറയുകയും ചെയ്യും, ഷുഗർ കൂടുതലാണെന്നൊക്കെ പറയും. അതൊക്കെയാണ്. ഇത് നല്ല മുട്ടയുണ്ട് അതിൻ്റെ അത് കേട്ടോ. ഇന്നലെ എനിക്ക് 3 സബ്സ്ക്രൈബ് കിട്ടിയായിരുന്നു. പുതിയ സബ്സ്ക്രൈബേഴ്സ് ഇഷ്ടം പോലെ വരുന്നുണ്ട്. അപ്പം അതുപോലെ തന്നെ മീൻ കൂടുതൽ കഴിക്കണമുണ്ട്. അപ്പം സബ്സ്ക്രൈബ് ചെയ്തവരെയും എപ്പോഴും ഓർക്കുകയാണ്. ഇനിയും മോളി നമുക്ക് സപ്പോർട്ട് ചെയ്യണം. കൂടുതൽ വീഡിയോ ഒക്കെ ആയിട്ട് എല്ലാ ദിവസവും വരും. ഇച്ചിരി നമുക്ക് നമ്മുടെ തൈര് നോക്കിയാലോ. പച്ചമുളകും കറിവേപ്പില ഉള്ളിയൊക്കെ ഇട്ടിട്ടുണ്ടേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.